എല്ലാവർക്കും ഒരുപാട് സ്നേഹത്തോടെ നമ്മുടെ ഫാമിലിയിലേക്ക് വീണ്ടും സ്വാഗതം. കവീസ് ലൈഫ് സ്റ്റൈലാ. ഇന്ന് ഞാൻ പൊട്ടൊന്നും വെച്ചിട്ടില്ല, ഒന്ന് ഇതൊക്കെ ആയിട്ടിരിക്കുക കേട്ടോ. കാരണം എനിക്ക് നാളെ ഒരു പ്രോഗ്രാം ഉണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു വാമപ്പ്, എൻ്റെ മുടിയൊക്കെ ഒന്ന് ഞാനിങ്ങനെയൊക്കെ ഒന്ന് അയണൊക്കെ ചെയ്ത് എൻ്റെ വീട്ടിൽ തന്നെ ഞാൻ കുറച്ച് ഷാമ്പൂ ഒക്കെ ഇട്ടൊരു ഒന്ന് സെറ്റാക്കിയൊക്കെ വെച്ചേക്കും. അവിടെ ഞാൻ പൊട്ടൊന്നും വെച്ചിട്ടില്ല. ഓക്കെ. പിന്നെ ചിലരൊക്കെ പറഞ്ഞു എൻ്റെ കവിളൊക്കെ ഭയങ്കരമായിട്ട് ഒട്ടിപ്പോയി. ഞാൻ പറഞ്ഞില്ലേ, ഞാനൊരു ഡയറ്റിലാണ്. അപ്പോൾ കവിളൊക്കെ ഒട്ടുന്നത് സ്വാഭാവികമാണ്, കുറച്ച് കഴിയുമ്പോൾ അത് ശരിയായിക്കോളും കേട്ടോ. അതുകൊണ്ട് ആരും അത് പറഞ്ഞ കവിളൊട്ടി എന്നൊക്കെ വിചാരിച്ച് നിങ്ങളായിരുന്നാലും ഡയറ്റ് ചെയ്യുമ്പോൾ പേടിക്കണ്ട. അപ്പോൾ കവിളൊക്കെ ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് ഒരു കിടിലൻ ട്രിക്കും ഒക്കെ ആയിട്ടാണ് ഇന്ന് ഞാൻ വന്നേക്കുന്നത്. അതിനു മുമ്പ് എല്ലാവർക്കും വളരെ സ്നേഹത്തോടെ നമ്മുടെ ഫാമിലിയിലേക്ക് സ്വാഗതം. ഇപ്പം നമ്മൾ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ വെയിറ്റ് ലോസ് ചലഞ്ചാണ്. വെയിറ്റ് ലോസ് ചലഞ്ചിൻ്റെ ഡേ 3 ആണിന്ന്, 3ാമത്തെ ദിവസമാണിന്ന്. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാവരും കറക്റ്റായിട്ട് ഫോളോ ചെയ്യുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. ഡേ 1 തൊട്ട് നിങ്ങൾ കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക. വാട്ടർ ഡയറ്റൊക്കെ എടുത്ത് ശരീരമൊക്കെ ക്ലെൻസ് ചെയ്തതിന് ശേഷം വേണം നിങ്ങൾ അടുത്തടുത്ത സ്റ്റെപ്പിലേക്ക് പോകാനായിട്ട്. നമ്മൾ എന്താ പറയുന്നത്, ഒരു കാര്യം ചെയ്യുമ്പോൾ അത് കറക്റ്റായിട്ട് ചെയ്താൽ മാത്രമേ നമുക്ക് റിസൾട്ട് കിട്ടുള്ളൂ. അതുപോലെ കൺസിസ്റ്റൻസിയും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ കറക്റ്റായിട്ട്, അതുകൊണ്ട് തന്നെയാണ് നമ്മൾ ആ ഒരു വെയിറ്റ് ലോസ് ഗ്രൂപ്പ് ഉണ്ടാക്കിയേക്കുന്നത്. കാരണം കുറച്ച് പേര് നമ്മുടെ കൂടെ ചെയ്യാനുണ്ട് എന്ന് അറിയുമ്പോഴത്തേക്കും നമുക്കൊരു ചെയ്യാനുള്ളൊരു ഇൻട്രസ്റ്റ് വരും. അതുകൊണ്ടാണ് വെയിറ്റ് ലോസ് ഗ്രൂപ്പ് ഉള്ളത്. വെയിറ്റ് ലോസ് ഗ്രൂപ്പ് നിങ്ങൾ യൂസ് ചെയ്യുക. ഞാൻ വെയിറ്റ് ലോസ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് ഒക്കെ ഓൾറെഡി ഇട്ടിട്ടുണ്ടായിരുന്നു. ഐ തിങ്ക് ഇപ്പോൾ ഒരു പുതിയ ഇത് എനിക്ക് തോന്നുന്നു വാട്സപ്പ് ഗ്രൂപ്പിൽ 500ഓളം പേർക്ക് ജോയിൻ ചെയ്യാൻ തോന്നുന്നു അല്ലേ. അതുകൊണ്ട് ഇനിയും താല്പര്യമുള്ളവർക്ക് ഇനിയും ജോയിൻ ചെയ്യാം. താഴെ ഞാൻ വെയിറ്റ് ലോസ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. ഇന്ന് ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മുടെ വെയിറ്റ് ലോസ് ചലഞ്ചിൻ്റെ ഒരു നേരത്തെ ഫുഡാണ്. ഇനി മുതൽ ഒരു നേരത്തെ ഒരു ഫുഡാണ്. ഞാൻ പറഞ്ഞിട്ട് നിങ്ങൾ കഴിച്ചു തുടങ്ങിയാൽ മതി. അതുവരെ ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ തന്നെ നിങ്ങൾ ഫുഡ് കഴിക്കുക. ഞാൻ എന്ന് പറയുന്നു അന്ന് മുതൽ ഞാൻ ഈ പറയുന്ന സാധനം നിങ്ങൾ സ്റ്റാർട്ട് ചെയ്താൽ മതി. ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നവരൊക്കെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ച് ബെൽ ബട്ടണൊക്കെ ഒന്ന് പ്രസ് ചെയ്ത് വെച്ച് ഷെയർ ഒക്കെ ചെയ്ത് ലൈക്കൊക്കെ ചെയ്ത് സുഖമായിട്ട് കാണുക. ലൈക്ക് ചെയ്യാൻ നിങ്ങൾ പലരും മറന്നു പോകാറുണ്ട്. ഒന്ന് ലൈക്ക് ചെയ്തിട്ട് കാണുക കേട്ടോ. അപ്പോൾ കാണുക. ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞാൽ ഒരു പ്രോട്ടീൻ പൗഡറാണ്. വെയിറ്റ് ലോസ് പൗഡർ, അതേസമയം പ്രോട്ടീൻ. നമുക്ക് കൊളാജൻ പൗഡർ ഞാൻ ഓൾറെഡി കാണിച്ചിട്ടുണ്ട്. ഒരുപാട് പേര് കൊളാജൻ പൗഡറൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. അതെങ്ങനെയാണ് കഴിക്കുന്നതൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് വെയിറ്റ് ലോസിന് സഹായിക്കുന്ന ഒരു പ്രോട്ടീനൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു പൗഡറാണ് ഞാൻ കാണിക്കുന്നത്. കാരണം നിങ്ങളുടെ ഈ കണ്ണ് കുഴിഞ്ഞു പോവുക, കവിളൊട്ടി പോവുക, ഇങ്ങനെയുള്ള പ്രോബ്ലംസിനൊക്കെ നല്ലൊരു പരിഹാരമായിട്ടുള്ള നാച്ചുറൽ വെയിറ്റ് ലോസ് പൗഡർ, വെയിറ്റ് ലോസ് പ്രോട്ടീൻ പൗഡറാണ് കാണിക്കുന്നത്. ഇത് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് ഉണ്ടാക്കാനൊക്കെ പറ്റും വീട്ടിൽ. ഞാൻ ഉണ്ടാക്കി തരുന്ന ഇച്ചിരി ബുദ്ധിമുട്ടായിരിക്കും. ഒട്ടും പറ്റുന്നില്ല എന്നുള്ളവർ മാത്രം എനിക്ക് മെസ്സേജ് അയക്കും. ഒരു രീതിയിലും ഉണ്ടാക്കാൻ പറ്റില്ല ചേച്ചിയെ, എനിക്ക് വേണം എന്ന് കാരണം ഇത് ഉണ്ടാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. പിന്നെ എല്ലാ സാധനങ്ങളൊക്കെ തേടി പിടിച്ചാൽ കണ്ടുപിടിച്ച് കൊണ്ടുവരണം. ബുദ്ധിമുട്ട് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടും ഇല്ല കേട്ടോ. നിങ്ങൾക്ക് ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതേ ഉള്ളൂ. എനിക്ക് ഇതൊക്കെ പൊടിച്ചെടുക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുള്ളതുകൊണ്ടാണ്. നിങ്ങൾ അതുകൊണ്ട് തന്നെ നിങ്ങളായിട്ട് തന്നെ മാക്സിമം ഉണ്ടാക്കാനായിട്ട് ശ്രമിക്കാം. ഓക്കെ. അപ്പോൾ ഈ ഒരു പ്രോട്ടീൻ പൗഡർ നമുക്ക് വെയിറ്റ് ലോസിന് എങ്ങനെയാണ് സഹായിക്കുന്നതെന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. അതിനു മുമ്പ് നിങ്ങൾ വാമപ്പിൻ്റെ വീഡിയോ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോയുടെ താഴെ ഞാൻ കൊടുത്തിട്ടുണ്ട്. വാമപ്പ് വേണം ഇന്നും ചെയ്യാനായിട്ട്. എക്സർസൈസ്, ഹെവി എക്സർസൈസ് ഒക്കെ പതുക്കെ സ്റ്റാർട്ട് ചെയ്യുക. നിങ്ങൾ വാമപ്പ് ചെയ്യുക. അതിൻ്റെ കൂടെ 5000 to 10,000 സ്റ്റെപ്സ് നടക്കുന്നത് മസ്റ്റാണ്. കമ്പൽസറി ആയിട്ട് നിങ്ങൾ നടക്കണം. ഞാൻ ഈ പറയുന്ന കാര്യങ്ങളെല്ലാം കൂടെ കമ്പൈൻ ചെയ്ത് ചെയ്യുമ്പോഴേ നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു റിസൾട്ട് കിട്ടുള്ളൂ. ഓക്കെ. അപ്പോൾ ഈ ഒരു വെയിറ്റ് ലോസ് പൗഡർ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടിട്ട് വരാം. അതിനുശേഷം ഞാനിത് എങ്ങനെയാണ് ഉപയോഗിക്കുന്നത്, എങ്ങനെ കഴിക്കണം എന്നൊക്കെയുള്ള കാര്യങ്ങൾ പറയാം. ഇപ്പോൾ നമുക്ക് ഇതിന് ആവശ്യം വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ പറയാം. ഇവിടെ ഞാൻ എല്ലാം ഈക്വൽ ക്വാണ്ടിറ്റിയിലാണ് കേട്ടോ എടുത്തേക്കുന്നത്. എല്ലാ സാധനങ്ങളും നിങ്ങൾക്ക് ഈക്വൽ ക്വാണ്ടിറ്റിയിൽ എടുക്കാം. ഓക്കെ. ഫസ്റ്റ് വേണ്ടത് ബാദാം, പിന്നെ വേണ്ടത് കുറച്ച് പിസ്ത, പിന്നെ വേണ്ടത് വാൾനട്ട്സ്, പിന്നെ വേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ചിയ സീഡ്സ് ഉണ്ടല്ലോ, ചിയ സീഡ്സ്. ഒരു 2-3 ഏലക്ക ഞാൻ എടുത്തിട്ടുണ്ട്. ആ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഏലക്ക വെച്ചേക്കുന്നത്. പിന്നെ നമ്മുടെ പംകിൻ സീഡ്സും സൺഫ്ലവർ സീഡ്സും. ഓക്കെ. ഇതെല്ലാം തന്നെ വെയിറ്റ് ലോസിന് സഹായിക്കുന്ന സംഭവങ്ങളാണ്. ബദാമും വാൾനട്ട്സും ഒക്കെ കഴിക്കുമ്പോൾ നമുക്ക് ആ ഒരു ആവശ്യമുള്ള പ്രോട്ടീനായിട്ട് കിട്ടും. കാരണം നമ്മളിതൊരു ബ്രേക്ക്ഫാസ്റ്റോ അല്ലെങ്കിൽ ഡിന്നറോ ഫുഡായിട്ടാണ് നമ്മൾ ഒരു നേരത്തെ ഫുഡായിട്ടാണ് നമ്മളിത് കഴിക്കാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ അത്യാവശ്യം എല്ലാ കാര്യങ്ങളും വേണം. ഇനി നമുക്ക് ഇത് എന്ത് പറയുന്ന ഒരു ഫ്രൈയിങ് പാനിൽ എണ്ണയൊന്നും ഒഴിക്കാതെ ഡ്രൈ റോസ്റ്റ് ചെയ്ത് എടുക്കണം. അതിനുശേഷമാണ് നമ്മളിത് പൊടിക്കാനായിട്ട് പോകുന്നത്. ഇപ്പം ഞാൻ അടുപ്പിൽ ഒരു ഡ്രൈ ആയിട്ടുള്ളൊരു പാത്രം വെച്ചിട്ടുണ്ട്. അത് ചെറുതായിട്ട് ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമുക്ക് അതിലേക്ക് ഈ തിങ്സ് എല്ലാം, ഈ സാധനങ്ങളെല്ലാം നമുക്ക് ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ചായിട്ട് ചെറിയ തീയിൽ ഒന്ന് നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം കേട്ടോ. ഒരുപാട്, കാരണം ഈ ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ, ഈ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഓൾറെഡി ഫ്രൈ ആയിട്ടായിരിക്കും വരുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ വീണ്ടും ഫ്രൈ ചെയ്യാനായിട്ട് പാടില്ല എന്നുള്ളതാണ് ഇതിൻ്റെ ഒരു റിയാലിറ്റി.
പക്ഷെ നമുക്കിപ്പോൾ ഒന്ന് പൊടിച്ച് നല്ലപോലെ കിട്ടണം എന്നുണ്ടെങ്കിൽ ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്ത് കൊടുത്താലേ നമുക്ക് പൊടിച്ച് കിട്ടുള്ളൂ. ഓക്കെ, അതുകൊണ്ടാണ് ചെറുതായിട്ടൊന്ന് ഫ്രൈ ആക്കുന്നത്. നിങ്ങൾ കുറച്ച് അധികം ക്വാണ്ടിറ്റി എടുത്ത് ഉണ്ടാക്കി വെക്കൂ കേട്ടോ. എല്ലാം ഒരു 100 ഗ്രാം വെച്ചിട്ട് ഉണ്ടാക്കി വെക്കൂ. ഇതിപ്പോൾ ഞാൻ കുറച്ച് മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട്, ബിക്കോസ് എൻ്റെ കയ്യിൽ ഓൾറെഡി പ്രോട്ടീൻ പൗഡർ ഉണ്ട്, പിന്നെ ഇതും എല്ലാം കൂടെ വേണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ഇതൊന്ന് ചെറുതായിട്ട് ഒരു 2-3 മിനിറ്റ്സ് ഒന്ന് ചൂടായി എടുത്തതിന് ശേഷം നമുക്കിത് മിക്സിയിൽ വെച്ചിട്ടൊന്ന് പൊടിച്ചെടുക്കാം. ഇനി നമ്മൾക്ക് മിക്സിയിൽ ഇതൊന്ന് പൊടിച്ചെടുക്കാം. പക്ഷേ എപ്പോഴും ഓർക്കുക, നല്ലപോലെ ഒന്ന് തണുത്തതിന് ശേഷം മാത്രമേ മിക്സിയിൽ വെച്ച് പൊടിക്കാവൂ. അല്ലാതെ ചൂടോടെ കൊണ്ടുപോയി മിക്സിയിൽ വെച്ച് പൊടിക്കരുത്. ഒന്ന് തണുത്തതിന് ശേഷം നമുക്ക് നല്ലപോലെ ഒന്ന് ക്രഷ് ചെയ്ത് നല്ല ഫൈൻ പൗഡർ ആവണമെന്നോ അവിടെ നിങ്ങളുടെ ഇഷ്ടം. പക്ഷേ എനിക്ക് കുറച്ച് നല്ല ഫൈൻ പൗഡർ ആവുന്നതാണ് ഇഷ്ടം. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിനൊന്ന് നല്ലൊരു ഫൈൻ പൗഡറാക്കി എടുക്കാം. ഇപ്പോൾ ഞാനിവിടെ പൊടിച്ചെടുത്തിട്ട് എന്ത് ചെയ്തെന്ന് അറിയാമോ, ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട്. കാരണം നമ്മളിത് കുപ്പിയിൽ അടച്ചു വെക്കുമ്പോൾ ചൂടോടെ ഒന്നും അടച്ചു വെക്കാൻ പാടില്ല. ഒന്ന് തണുക്കാൻ വേണ്ടിയിട്ട് ഒന്ന് വെച്ചിട്ടുണ്ടായിരുന്നു. ഇനി നിങ്ങൾക്ക് ഇതുപോലെ കുപ്പിയിൽ ആക്കി വെക്കാം. ഇതിന് വേറൊരു ഓപ്ഷൻ കൂടെ ഉണ്ട്. നിങ്ങൾക്ക് ഇതുപോലെ കുപ്പിയിലാക്കി വെക്കാം. ഇല്ലെങ്കിൽ ഇതിലേക്ക് കുറച്ച് കൊക്കോ പൗഡർ, അതായത് അൺസ്വീറ്റൻഡ് കൊക്കോ പൗഡർ വാങ്ങിക്കാൻ കിട്ടും. സ്വീറ്റൻ ഇല്ലാത്തത്, നിങ്ങൾക്ക് സ്വീറ്റനൊക്കെ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ സ്വീറ്റൻ തന്നെ ചേർക്കാൻ ഒരു കുഴപ്പമില്ല. ഞാനിവിടെ ഉപയോഗിക്കുന്ന ഇച്ചിരി സ്വീറ്റൊക്കെ ഉള്ളത് തന്നെയാണ് കേട്ടോ. അൺസ്വീറ്റൻഡ് അല്ലെങ്കിൽ സ്വീറ്റൻഡ് കൊക്കോ പൗഡർ ഇട്ടിട്ട് ഇതും കൂടെ ഇതിനകത്തേക്കൊന്ന് മിക്സ് ചെയ്ത് വെക്കും. അപ്പം നമുക്ക് കുടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ്. നമ്മൾ ഒരുപാടങ്ങ് എന്തോ പറയുന്നത്, എല്ലാ കാര്യങ്ങളും ഉപേക്ഷിച്ചിട്ട് വണ്ണം കുറയ്ക്കണം എന്നൊന്നുമില്ല. നമുക്ക് നല്ല കാര്യങ്ങളൊക്കെ കഴിച്ചും വണ്ണം കുറയ്ക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. എന്നിട്ട് ഇത് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം വേണമെങ്കിൽ ഇങ്ങോട്ട് മിക്സിയിൽ തന്നെ ഇട്ട് ഒരു പ്രാവശ്യം കൂടെ ഒരു ഗ്രൈൻഡ് കേട്ടോ, അതും കൂടെ ചെയ്തിട്ട് നമുക്കൊരു ബോട്ടിൽ ഇത് ഇട്ട് വയ്ക്കാം. ഇതുപോലുള്ളൊരു ബോട്ടിലാക്കി ഞാൻ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു സ്പൂണും കൂടെ ഇട്ട് കഴിക്കാൻ നമ്മുടെ 1 മാസത്തേക്ക് കഴിക്കാനുണ്ടാവും തോന്നുന്നു. ഇതിൽ 1 മാസം ഉണ്ടാവില്ല അല്ലേ. ഫുഡ് റെഡി. ഇതെങ്ങനെയാണ് കഴിക്കേണ്ടതെന്നൊക്കെ ഉള്ളത് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ കണ്ടല്ലോ, കിഡിലൻ വെയിറ്റ് ലോസ് പൗഡറാണ്. നിങ്ങളത് കൊക്കോ പൗഡർ എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി ഓപ്ഷണലാണ്. നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ മാത്രം ഉപയോഗിക്കാം. അതിനകത്ത് ഒരു എന്താ പറയുന്നത് സ്ട്രിക്റ്റും ഇല്ല, ഒന്നുമില്ല. നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ മാത്രം ഉപയോഗിക്കാം. ഇനി ഇതെങ്ങനെ നമ്മൾ ഉപയോഗിക്കാം? ഇത് നിങ്ങൾക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ടോ ഡിന്നറായിട്ടോ കഴിക്കേണ്ട ഒരു സംഭവമാണ്. അതായത് ഒരു നേരത്തെ ഫുഡാണിത്. ഒന്നുകിൽ നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കണം, അല്ലെങ്കിൽ ഡിന്നറായിട്ട് കഴിക്കണം. ഞാൻ പറയുന്നത് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിക്കുന്നതാണ് കൂടുതൽ നല്ലത്. ഡിന്നറിന് നമുക്ക് സാലഡ്സ് അങ്ങനെയൊക്കെയുള്ള ഞാൻ പറഞ്ഞ സാധനങ്ങൾ, ചപ്പാത്തി അങ്ങനെ കഴിക്കുന്നതായിരിക്കും നല്ലത്. ബ്രേക്ക്ഫാസ്റ്റിനാണ് ഇത് ഏറ്റവും നല്ല സാധനം. ഓക്കെ, അതിപ്പോൾ ഞാൻ പറയുമ്പോൾ കഴിച്ചു തുടങ്ങിയാൽ മതി. ഇത് എങ്ങനെയാണ് കഴിക്കുന്നത് വെച്ചാൽ, നിങ്ങൾക്ക് ഇളം ചൂട് പാലെടുക്കാം. ഇളം ചൂട് പാലെടുത്തിട്ട് അതിലേക്ക് 2 ടേബിൾ സ്പൂൺ, ടീസ്പൂൺ അല്ല വലിയ സ്പൂണിന് 2 സ്പൂൺ എടുത്ത് ചെറുതായിട്ട് നിങ്ങളിത് വെള്ളത്തിലിട്ട് കുറുക്കി ചൂടാക്കിയ കുറുക്ക ഒന്നും വേണ്ട. ഇത് ഓൾറെഡി ഫ്രൈഡ് റോസ്റ്റഡ് ആണ്. ഇതിനെ പിന്നെ ചൂടാക്കി ഇതിനകത്തുള്ള കണ്ടൻസ് കൂടി നിങ്ങൾ കളയരുത്. ജസ്റ്റ് ഒരു ഇളം ചൂട് പാലെടുത്ത് അതിലേക്ക് 2 സ്പൂണ് നല്ല പോലെ മിക്സ് ചെയ്ത് നല്ലൊരു 300 ml പാലെടുക്കാം കേട്ടോ. 300 ml അതായത് പാതി പാലും പാതി വെള്ളവും ആയിരിക്കണം. ഫുള്ള് പാലായിരിക്കരുത്. 150 ml വെള്ളം, 150 ml വാട്ടർ, അങ്ങനെ ആയിരിക്കണം അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി എന്ന് പറയുന്നത്. അതിലേക്ക് 2 വലിയ ടേബിൾ സ്പൂൺ പൗഡർ ഇട്ട് നല്ല പോലെ മിക്സ് ചെയ്തതിന് ശേഷം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് നിങ്ങൾക്കിത് കഴിക്കാം. മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അതുകൊണ്ട് ഈ ഒരു പ്രോട്ടീൻ പൗഡർ നിങ്ങൾ എല്ലാവരും ഉണ്ടാക്കി വെക്കണം. ഉണ്ടാക്കാനുള്ള സമയമാണ് ഞാൻ ഈ ഒരാഴ്ച കൊടുത്തിരിക്കുന്നത്. ബുധനാഴ്ച വരെയുള്ള ടൈം ടേബിൾ നമ്മൾ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. ബുധനാഴ്ചയ്ക്ക് മുമ്പ് എല്ലാവരെയും കളക്ട് ചെയ്ത് ഈ ഒരു പ്രോട്ടീൻ പൗഡർ ഉണ്ടാക്കി വെക്കുക. അതിനുശേഷം നമ്മളിത് കഴിച്ചു തുടങ്ങും. കാരണം ഫസ്റ്റ് ഇപ്പം നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടല്ലേ ഉള്ളൂ. ഇപ്പം നമുക്ക് വെയിറ്റ് ലോസ് നടക്കാനായിട്ട് ഈസിയാണ്. കാരണം നമ്മുടെ ആ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള കൊളസ്ട്രോളൊക്കെ പെട്ടെന്ന്, ആ വാട്ടർ കണ്ടന്റുകളൊക്കെ പെട്ടെന്ന് കുറഞ്ഞു വരും. പിന്നെ ഈ ഒരു ഹാർഡ് കൊളസ്ട്രോൾ ഉണ്ടല്ലോ, ഹാർഡ് കൊഴുപ്പുണ്ടല്ലോ, അത് കുറയാനായിട്ട് കുറച്ച് സമയം എടുക്കും. ആ സമയത്താണ് നമ്മൾ ഈ ഒരു സംഭവം അങ്ങോട്ട് ആപ്ലിക്കബിൾ ചെയ്യാൻ പോകുന്നത്. അതും പിന്നെ നമ്മൾ ഹെവി വർക്കൗട്ട്സ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യും. എല്ലാം കൂടെ ആകുമ്പോഴത്തേക്ക് ടക്കെന്ന് നമ്മൾ വെയിറ്റ് കുറയ്ക്കും. ഓക്കെ, അപ്പോൾ വെള്ളം കുടിക്കുന്നത് ആരും മറന്നിട്ടില്ല എന്ന് വിചാരിക്കുന്നു. കറക്റ്റായിട്ട് വെള്ളം കുടിക്കുക. വെള്ളം മസ്റ്റാണ്. പിന്നെ മൾട്ടിവിറ്റമിൻസ് ഒക്കെ എടുക്കുന്നത് നിങ്ങളുടെ ചോയ്സ് ആണ്, പക്ഷേ മാക്സിമം എടുക്കുക. ഓക്കെ, ഫേസ് മസാജ് ദിവസവും ചെയ്യുക. ഫേസ് മസാജ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ആ ഒരു ഇതൊക്കെ മാറുള്ളൂ കേട്ടോ. കാരണം കവിളൊക്കെ ഒട്ടും സ്വാഭാവികമാണ്. നമ്മൾ വെയിറ്റ് കുറയ്ക്കുമ്പോൾ നമ്മുടെ മുഖത്ത് പെട്ടെന്ന് അത് കാണും. അതിന് വേണ്ടിയിട്ടാണ് നിങ്ങൾക്ക് ഒരു നേരത്തെ ഫുഡായിട്ട് ഈ ഒരു പ്രോട്ടീൻ പൗഡർ കൂടെ ഞാൻ തന്നേക്കുന്നത്, കവിളൊന്നും ഒട്ടാതിരിക്കാൻ വേണ്ടിയിട്ട്. അതും മൾട്ടിവിറ്റമിൻസും എല്ലാം കൂടെയൊക്കെ ആകുമ്പോൾ നമുക്ക് അത്യാവശ്യം കവിളൊന്നും വലിയതായിട്ട് ഒട്ടാതെ നമുക്ക് സംരക്ഷിക്കാനായിട്ട് പറ്റും കേട്ടോ. കവിളൊക്കെ ഇച്ചിരി ഒന്ന് ഒട്ടിയാലുമേ നമ്മുടെ ശരീരത്തിൻ്റെ ഈ ഓവർ വെയിറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഫ്യൂച്ചറിൽ ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടാക്കും. മുട്ടുവേദന, നടുവേദന, കാൽമുട്ട്, കാലിൻ്റെ ഉപ്പൂറ്റി വേദന, അങ്ങനെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാക്കും. അതിനെക്കാട്ടി നല്ലതൊന്ന് ചെറുതായിട്ടൊന്ന് കവിളൊട്ടിയിരിക്കുന്നത് തന്നെ അല്ലേ.
അതുകൊണ്ട് നിങ്ങൾ നല്ല പോലെ ആരും പറയുന്നത് എടുക്കാതിരിക്കുക. നമ്മൾ പലരും പലതും പറയും, യൂ നോക്കിയേ നമ്മൾ വണ്ണം വെച്ചിരുന്നാൽ പറയും, അയ്യോ എന്തൊരു വണ്ണമാ, ഈ വണ്ണം ഒന്ന് കുറച്ചുകൂടെ എന്ന് ചോദിക്കും. നമ്മൾ വണ്ണം കുറഞ്ഞ ചോദിക്കും, കൊച്ചി നിങ്ങൾക്ക് എന്തെങ്കിലും അസുഖമുണ്ടോ, നിനക്ക് ഷുഗർ ഉണ്ടോ, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം കേട്ടോ, നിനക്ക് എന്തോ കുഴപ്പമുണ്ട് എന്ന് പറയും. അതായത് അവിടെയും പറ്റത്തില്ല ഇവിടെയും പറ്റത്തില്ല. ഇതാണ് ആൾക്കാരുടെ പൊതുവെ ഉള്ള സ്വഭാവം. സോ ആൾക്കാരല്ല നമുക്കൊന്നും തരുന്നത്. നിങ്ങളുടെ കാര്യം നിങ്ങൾ തന്നെ നോക്കുക, വണ്ണം കുറയ്ക്കുക. വണ്ണം കുറയ്ക്കുക മീൻസ് ഒളിഞ്ച് എല്ലിക്കുട്ടി ആവാനല്ല ഞാൻ പറയുന്നത്. നമ്മുടെ ശരീരഭാരം കണക്കിലാക്കി അതിൻ്റെ നിങ്ങൾക്ക് എത്ര വെയിറ്റ് ആണോ വേണ്ടത്, ഐഡിയൽ വെയിറ്റ് അതിൽ നിങ്ങൾ എത്തിച്ചേരണം. ഇപ്പം നിങ്ങൾ 165 സെൻറ്റിമീറ്റർ ഹൈറ്റ് ഉള്ള ഒരാളാണെങ്കിൽ 65 കിലോയിൽ നിങ്ങൾ എത്തിച്ചേരണം. 155 ഉള്ള ഒരാളാണെങ്കിൽ 55 കിലോയിൽ നിങ്ങൾ വരണം. മനസ്സിലായില്ലേ? 55 അത് എത്താനായിട്ടാണ് നമ്മൾ ശ്രമിക്കുക. അവിടെ എത്തിക്കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് സ്റ്റോപ്പ് ചെയ്തിട്ട് ഫുഡ് നിങ്ങളത് കൺട്രോൾ ചെയ്ത് നിങ്ങൾ എത്തി കഴിയുമ്പോഴത്തേക്കും നിങ്ങൾക്ക് ഒരു ഈറ്റിംഗ് ഹാബിറ്റ് കിട്ടും. ഈറ്റിംഗ് ഹാബിറ്റ് കിട്ടുമ്പോഴത്തേക്കും നമുക്കത് ഈസി ആയിരിക്കും പെട്ടെന്ന് മുമ്പോട്ട് കൊണ്ടുപോകാനായിട്ട്. മനസ്സിലായില്ലേ? അപ്പോൾ ഇതാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. വളരെ ഒരു നല്ല ഒരു സൂപ്പറായിട്ടുള്ള ഡയറ്റാണ് ഇപ്രാവശ്യം ഞാൻ ഫുള്ളായിട്ട് പ്ലാൻ ചെയ്തേക്കുന്നത്. നല്ല റിസൾട്ട് കിട്ടണം എന്നുള്ള രീതിയിലാണ് പ്ലാൻ ചെയ്തേക്കുന്നത്. നിങ്ങളുടെയൊക്കെ സപ്പോർട്ട് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ സപ്പോർട്ട് ചെയ്യുക. സപ്പോർട്ട് ചെയ്യുക വെച്ചാൽ നിങ്ങളുടെ കമൻസ് ആണ്. നിങ്ങളുടെ ഓരോ കമൻസ് വായിക്കുമ്പോഴും എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഞാനിപ്പോൾ ഇന്നൊരു വീഡിയോ ഇടുവാണെങ്കിൽ ഇന്നലത്തെ നിങ്ങളുടെ സംഭവങ്ങളൊക്കെ നിങ്ങൾ കമൻസിൽ എഴുതുക കേട്ടോ. കമൻസിൽ ഒരുപാട് സ്പേസ് ഇല്ലേ, നിങ്ങൾ പതുക്കെ കുറച്ചായിട്ട് എഴുതുക. എല്ലാവരും എഴുതണം. എല്ലാവരും ഗ്രൂപ്പിൽ തന്നെ ഏകദേശം 300-400ഓളം പേരുണ്ട്. നിങ്ങൾക്കും എഴുതാം. നിങ്ങളൊക്കെ ഈ കമൻറ്റ് ബോക്സിൽ നിങ്ങളുടെ തലേന്ന് ദിവസത്തെ അനുഭവങ്ങൾ, എന്തൊക്കെ ഫുഡ് കഴിച്ചു എന്നൊക്കെ എഴുതാം. അത് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുക. അപ്പോൾ ഇതൊക്കെ കഴിക്കാമല്ലേ, അപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്യാമല്ലേ എന്ന് എല്ലാവർക്കും ഉപകാരപ്പെടും. അപ്പോൾ നിങ്ങൾ താഴെ കമൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വീഡിയോ ലൈക്ക് ചെയ്യുന്നത് ഇമ്പോർട്ടൻ്റ് ആണ്. സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചാൽ മാത്രമേ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ഒക്കെ വന്ന് പുതിയ വീഡിയോസ് കറക്റ്റ് ടൈമിൽ വരുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. കറക്റ്റായിട്ട് ഒരു മടിയും കൂടാതെ ചെയ്യുക, വെയിറ്റ് ലോസ് ചെയ്യുക. നമുക്ക് ഒരു 30 ദിവസം ദേന്ന് പറയുന്നതിന് മുമ്പ് പോവും. അപ്പോൾ നമ്മൾ ദേന്ന് പറയുന്നത് പോലെ നമ്മുടെ വണ്ണം കുറയ്ക്കണം. പിന്നെ ഹാപ്പി ആയിട്ടിരിക്കണം. നിങ്ങളുടെ മനസ്സ് എന്ന് പറയുന്നത് ഭയങ്കര ഒരു സംഭവമാണ്. അതിനെ കൺട്രോൾ ചെയ്ത് അതിനെ ഹാപ്പി ആയിട്ട് വെക്കുക. സ്ട്രെസ്സൊക്കെ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഫോർവേഡ് ഫുഡ് കഴിക്കാൻ പറ്റത്തില്ല, നമ്മൾ ഉണങ്ങിപ്പോവും, നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വരും. അതുകൊണ്ട് ഹാപ്പി ആയിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. ദൈവം എല്ലാ അനുഗ്രഹങ്ങളും എല്ലാവർക്കും തരട്ടെ. നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം.